കശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരണം 29 ഒരു മലയാളി ഉൾപ്പെടെ 29 പേരാണ് കൊല്ലപ്പെട്ടത്. കനത്ത ജാഗ്രതയിലാണ് കശ്മീരും രാജ്യവും ആകെയും. വിവരങ്ങളുമായി സ്വാതി ഒരിക്കൽ കൂടി ചേരുന്നു. സ്വാതി, ഈ സൈന്യത്തിൻ്റെ ഇനിയുള്ള നീക്കം എന്താണ്? ഒരുപക്ഷെ ഭീകരവാദത്തെ തുടച്ചു നീക്കാനായി എന്നത് മായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ തെറ്റാവുകയാണ്. കാരണം നിരപരാധികളായ നിമിഷങ്ങളെ ആസ്വദിക്കാൻ പോയ 29 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. തീർച്ചയായും അതിൽ ഉത്തരവാദിത്വമുണ്ട്. സൈന്യം ഏതു തരത്തിലാണ് അതിനെ നേരിടാൻ പോകുന്നത്? അത്തരത്തിലുള്ള സൈന്യത്തിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയായിരിക്കും ഇനി? അജിംഷാദ്, കേന്ദ്രസേനയും അതോടൊപ്പം പോലീസും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിലും അതോടൊപ്പമുള്ള മറ്റ് നടപടികളും ഒക്കെ തന്നെ നീക്കുന്നത്. വലിയ സുരക്ഷ ഈ പെൽഗാമിൽ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനഗറിലും അതോടൊപ്പം അവിടെ അതിർത്തി മേഖലകളിലടക്കം വലിയ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഈ മരണപ്പെട്ടവരുടെ മൃതദേഹം ഇപ്പോൾ ശ്രീനഗറിൽ എത്തിച്ചിട്ടുണ്ട്. ശ്രീനഗറിലെത്തിയ മൃതദേഹത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെയും ശ്രീനഗറിൽ തന്നെയാണ് നടക്കുക. അതിനുശേഷമായിരിക്കും ആശുപത്രിയിലേക്ക്, ഈ പെൽഗാമിലെ ആശുപത്രിയിലേക്ക് അമിത്ഷാ സന്ദർശിക്കുന്നത്. ഇന്ന് തന്നെ ഈ മൃതദേഹങ്ങളെല്ലാം ജന്മനാട്ടിൽ എത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 26 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ശ്രീനഗറിൽ എത്തിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മൃതദേഹങ്ങളും അതോടൊപ്പം, അതായത് 28 പേരാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും 26 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ശ്രീനഗറിൽ എത്തിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ പെഹൽഗാമിലേക്ക് ബാക്കി ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അതോടൊപ്പം കുടുംബാംഗങ്ങളൊക്കെ വിവിധയിടങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവരെയൊക്കെയും സന്ദർശിക്കും എന്നുള്ള വിവരം, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ പോകും. ഇവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷമായിരിക്കും ശ്രീനഗറിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പെഹൽഗാമിലെ ഈ പരിക്കേറ്റു കഴിയുന്ന, ചികിത്സയിൽ കഴിയുന്ന ആളുകളിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമുള്ള മറ്റു നടപടിക്രമങ്ങൾ ഈ അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെ മറ്റു ഉന്നതതല യോഗങ്ങളടക്കം ഇന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യോഗങ്ങൾ നടത്തിക്കൊണ്ട് ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകണം, സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തൽ ഉൾപ്പെടെ മറ്റ് യോഗങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഉന്നത ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു ഉന്നതതല യോഗവും ഇതിന് ശേഷം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഈ ശ്രീനഗറിൽ മറ്റ് ആദരാഞ്ജലി ഉൾപ്പെടെയുള്ള ഈ ലഷ്കർ എ തൊയ്ബയുടെ കമാൻഡർ ഈ കസൂരി, അയാളാണ് ഇതിൻ്റെ ആസൂത്രകൻ. അയാൾ ഇപ്പോൾ എവിടെയാണ്? അതുമാത്രമല്ല, ഈ പാകിസ്ഥാനിൽ നിന്നും പരിശീലനം സിദ്ധിച്ചവരെത്തിയത്, അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ കൂടി അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഏതൊക്കെ തരത്തിലായിരിക്കും ഇന്ത്യ അത്തരത്തിൽ നീങ്ങുന്നത്? ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഞാൻ സ്വാതിയിലേക്ക് തിരിച്ചെത്താം.